നമസ്കാരം. മാജിക്കൽ പ്രാക്ടീസിൻ്റെ 8th ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ 7 ഡേ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ 28 ദിവസവും ഓരോ തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് 28 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പിന്നീടുള്ള ദിവസങ്ങൾ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് 8th ഡേയിൽ നമ്മൾ ഭക്ഷണത്തിനോടും നമുക്ക് കിട്ടുന്ന വെള്ളത്തിനോടും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ ഉറക്കുകയോ അല്ലെങ്കിൽ മനസ്സിലോ ആ ആഹാരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, അത് നമ്മുടെ മുന്നിലെത്താൻ സഹായിച്ചവർക്കൊക്കെ നന്ദി പറയുക. ഒരിക്കലും ആഹാരത്തിനെ പറ്റി നമുക്ക് കിട്ടുന്ന സാധനത്തിനെ കുറ്റം പറയാണ്ടിരിക്കുക. നമ്മളുടെ മുന്നിൽ കിട്ടുന്ന സാധനം അമൃതാണ് എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ കഴിക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നെഗറ്റീവായിട്ട് പറഞ്ഞ് കഴിച്ചാൽ നമ്മുടെ ഡൈജഷനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്കതിൻ്റെ ഗുണം കിട്ടുകയുമില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മൾ അതിനോട് നന്ദി പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് നമ്മുടെ മുന്നിലെത്താൻ സഹായിച്ച, അത് പാക്ക് ചെയ്യാൻ സഹായിച്ച, അത് കൃഷി ചെയ്യാൻ സഹായിച്ച, അത് പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ച, അത് നമ്മുടെ മുന്നിൽ എത്തിച്ച ആൾക്കാർ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുക. നമ്മളെന്നിട്ട് നമ്മുടെ മനസ്സിൽ കാണുക, ഒരു മാന്ത്രിക പൊടിയെടുത്ത് നമ്മളതിൽ വിതറുന്നതായിട്ട് കാണുക. അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കും, നമ്മുടെ കൃതജ്ഞതയുടെ ഒരു മാന്ത്രിക പൊടിയാണ് നമ്മളതിൽ വിതറുന്നത്. അത് വിതറുന്നതോടെ ആ ഭക്ഷണം കൂടുതൽ രുചികരവും കൂടുതൽ പോഷക സമ്പുഷ്ടവുമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ കഴിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾക്ക് മനസ്സിനൊരു കഴിക്കാനൊരു മടിയോ ഒക്കെ തോന്നുന്ന സമയത്തും നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരിക, ഈ ഭക്ഷണം നല്ലതാണോ, നല്ല അന്തരീക്ഷത്തിലാണോ പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഈ മാന്ത്രികപ്പൊടി വിതറി ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം നമ്മൾക്ക് അനുഭവപ്പെടുന്ന ക്ഷീണം, നമ്മൾക്ക് ആ ഭക്ഷണം കിട്ടിയില്ലുള്ള ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും നമ്മൾ ഭക്ഷണത്തെ നിന്ദിക്കും, ഭക്ഷണം വേസ്റ്റാക്കി കളയും, ആരെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തന്നാൽ അതിനെ കുറ്റം പറയുകയൊക്കെയാണല്ലോ. അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി നമ്മൾ ഭക്ഷണത്തെ ബഹുമാനിക്കും. കിട്ടുന്ന എന്ത് ഭക്ഷണവും ഏത് സാഹചര്യത്തിലും നമ്മൾ കുറ്റം പറയാതെ കഴിക്കാൻ പഠിക്കും. ഒന്ന്, കിട്ടുന്നതിനോട് നന്ദി ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇരട്ടിയാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 28 ദിവസവും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാവരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. വെറുതെ അങ്ങ് ജീവിച്ച് മരിക്കുകയല്ല, നിങ്ങളൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. അല്ല, നിങ്ങൾ ജീവികളെ പോലെയല്ല ജീവിക്കുന്നത്, ഒരു മനുഷ്യനെ പോലെ എല്ലാം ചിന്തിച്ച് ജീവിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ വരുന്നത്. എല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല. ചില ആൾക്കാർക്കൊക്കെ ഇത് വളരെ തമാശയായിട്ടോ പുച്ഛമായിട്ടോ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമില്ലയോ എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഗുജറാത്തിലെ മറ്റുള്ള സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായ സമയത്തൊക്കെ രത്നവ്യാപാരികൾ വരെ, ഭയങ്കര കോടിക്കണക്കിന് ആസ്തികളുള്ള അവർ വരെ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കൈനീട്ടി എന്നുള്ളതാണ്. ഒരു നേരം വെള്ളം കുടിക്കാനില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അവരൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കിട്ടുന്നതിനോട് നന്ദി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുച്ഛിക്കുന്നെങ്കിൽ അവർക്ക് ജീവിതത്തിൽ അനുഭവം വരുമ്പോഴേ അവർക്കത് മനസ്സിലാവും, നമ്മൾ ഇതിലേക്ക് എത്തിയെങ്കിൽ ഇത് നമ്മളുടെ ഭാഗ്യമാണ്, ഇത് ദൈവം നമ്മളിലേക്ക് എത്തിച്ചതാണ്, യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചതാണ്, നമ്മളുടെ മുന്നിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, അത് വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കുള്ളൊരു മനുഷ്യനായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപുത്രനായിട്ടില്ല, നമ്മൾ ദൈവത്തിൻ്റെ അംശമായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ലൈനിലേക്ക് വന്നു, നമ്മൾ ദൈവത്തിൻ്റെ പുത്രനായിട്ട് തന്നെ ജീവിക്കുന്നു എന്നാണ്. ഈ 7 ദിവസവും നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. 7 ദിവസവും നിങ്ങൾക്ക് ഈ മാന്ത്രിക കല്ലെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ സന്തോഷങ്ങൾക്ക് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. 7 ദിവസവും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽത്തിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ പണത്തിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ആഹാരം, വെള്ളം, ഇതിന് നന്ദി പറയാൻ കഴിയുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ശുദ്ധീകരിച്ചൊരു മനുഷ്യനുണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് പരാതികളില്ലാത്തൊരു ദിവസം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാതിയും ഇല്ലാത്തൊരു ദിവസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴേ നിങ്ങൾ ഈ തീരുമാനത്തിലെത്തുക, ഇന്ന് ഞാൻ ഒന്നിനെപ്പറ്റിയും പരാതി പറയില്ല. ട്രാഫിക് പോലീസ് നമ്മളെ വഴിയിൽ നിർത്തിയാൽ പരാതി പറയില്ല, അതിനെന്തോ ഒരു കാരണമുണ്ട്. നമ്മളൊരു പക്ഷേ അതിന് മുൻപ് പോയാൽ എന്തെങ്കിലും സംഭവിക്കേണ്ടിയായിരുന്നു. നമ്മളെ വണ്ടിയുടെ പലപ്പോഴും ഉള്ളതാണ്, നമുക്ക് ചെറിയ വണ്ടിയുടെ സൈഡിൽ എന്തെങ്കിലും പോറൽ പറ്റുമ്പോൾ നമ്മൾ ഉടനെ അത് കൊണ്ടുപോയവരെ വഴക്ക് പറയുന്നു, അത് ഇടിച്ചവരെ വഴക്ക് പറയുന്നു. ഒരു പക്ഷേ അതിലും വലുത് എന്താണ് വരുന്നതെങ്കിൽ നമ്മളത് സഹിക്കേണ്ടതില്ലേ? അപ്പോൾ അതിനാണെങ്കിൽ കൂടി നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും
എന്ത് അതിശയമെന്നാണ് അതിന് പറയേണ്ടത്. കാരണം നമ്മൾക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അതിലും വലുതെന്തോ വരാനിരുന്നു എന്നാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ പരാതി പറയാതോ, പൈസയ്ക്ക് പരാതി പറയാതോ, നമ്മുടെ ഹെൽത്തിന് പരാതി പറയാതോ, ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് അതിശയമാണിത്, ഇത്രയും സംഭവിച്ചുള്ളല്ലോ, ഞാൻ ഹാപ്പിയാണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ തീരുമാനിക്കാൻ. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ റിലേഷൻസ്, നമ്മുടെ കിട്ടുന്ന പൈസ, നമ്മുടെ ജോലി, അതുപോലെ തന്നെ നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ, പക്ഷികൾ, അതുപോലെ വൃക്ഷങ്ങൾ, ഇവയോടെ എല്ലാം നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിട്ടയോടെ ജീവിച്ച് വന്നാൽ പൈസ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമേ ആവില്ല. നമ്മളുടെ മുന്നിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. നമ്മൾക്കതനുസരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം വളരെ സമ്പത്തുള്ളതാക്കാനും, അതിനൊപ്പം നമ്മൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ ക്യാഷ് സമ്പാദിക്കുമ്പോഴും നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സഹായിക്കാൻ കഴിയണം എന്നൊരു ലക്ഷ്യം. അപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ടുണ്ടാവും. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സമ്പന്നത അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. നമ്മളുടെ മുന്നിലേക്ക് എല്ലാം അവസരങ്ങളായിട്ട് എത്തും. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകുമെന്നുള്ളതിനെ തന്നെ നമ്മളെ ദൈവം തന്നെ നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തന്നെ കൊണ്ടുതരും.